പൃഥ്വിരാജ് കാസ്റ്റ് ചെയ്തപ്പോ അറിയില്ലാർന്നാ പറഞ്ഞത്. പക്ഷേ അമീർ ഖാൻ പ്രൊഡക്ഷന്റെ എക്സ് പേജില് അവര് ഒരു ഇതില്ലേ അതിലൊരു എംബ്ലം കാണിക്കുന്നുണ്ട്, ഒരു ചിറക് വരിച്ചിരിക്കണത്. അതെന്താണെന്നല്ലോ മനസ്സിലായോ? തന്നെ മാഞ്ഞു പോയ ഒരു വെബ്സൈറ്റ് ആണത്. അതിങ്ങനെ വേൾഡിലുള്ള ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഡോണുകൾ, പിന്നെ ഹാക്കേഴ്സ്, അങ്ങനെയുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. എൻ്റെ ഒരു അസംഷൻ ശരിയാണെങ്കിൽ ബോളിവുഡിൽ നിന്ന് ഒരാളുണ്ടാകാൻ ചാൻസ് ഉണ്ട്, മലയാളത്തിൽ നിന്നും ഒരാൾ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പേര് പറയുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ കുറച്ച് ദിവസമായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. സോഷ്യൽ മീഡിയ ബ്ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കണേണ്. ഓൾറെഡി ബ്ലാസ്റ്റ് ആയി. എംപുരാൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ട്രെയിലർ വന്നപ്പോൾ തൊട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ തലവര വരെ മാറ്റാൻ പറ്റിയ ഒരു പടമാണ് പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ മുരളി ഗോപിയുടെ കഥയിൽ ലാലേട്ടൻ്റെ ലീഡ് റോളിൽ വരാൻ വേണ്ടി പോകുന്നത്. ഞാനൊരു വലിയ കട്ട ലാലേട്ടൻ ഫാനൊന്നുമല്ല. എൻ്റെ കൂടെ ലാലേട്ടൻ ഫാൻ ഒരാളുണ്ട്. അപ്പം അയാളെയും കൂടി ഞാൻ കൂട്ടിയത് വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എല്ലാവരും ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമിയോ ആരൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ വില്ലൻ ആരാണ്, ഇതൊക്കെയാണ് മെയിൻലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുമ്പ് നമുക്ക് വന്നേക്കണ സോഷ്യൽ മീഡിയയിൽ വന്നേക്കണ കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റത്തെ വീഡിയോ നമ്മൾ കാണാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ഇറങ്ങിയ ടൈമിലുള്ളൊരു വീഡിയോ, ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടി പോവാം. ഇത് നോക്കി. അങ്ങനെ നമ്മുടെ ബുക്ക് മൈ ഷോ ഹാങ് ആയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയാലോ, എമ്പുരാന്റെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ജനമയാണ് 5 മണിക്ക് വന്നിരിക്കുന്നത്. 5 മണിക്ക് ഈ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളായ ബുക്ക് മൈ ഷോ തുടങ്ങിയ ആപ്പുകളൊക്കെ രാവിലെ തന്നെ ക്രാഷ് ആയ ഒരു സാഹചര്യം പോലും ഉണ്ടായി. എമ്പുരാന് വൻ ബുക്കിംഗ്, ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾ അരമണിക്കൂറോളം നിശ്ചലമായി. രോമൊക്കെ എഴുന്നേറ്റിക്കണ കണ്ടിട്ട് എന്താല്ലേ. ശരിക്കും ഇങ്ങനൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? മലയാള സിനിമാ ചരിത്രത്തിൽ ഇങ്ങനെ ക്രാഷ് ആകണ ഏതെങ്കിലും സിനിമ ഉണ്ടായിട്ടുണ്ടോ? ഫാൻ ബേസ് അല്ലാതെ നീ അല്ലാത്ത രീതിയിലൊന്നും ആലോചിച്ച് നോക്കി. ടിക്കറ്റിലൊരു ഹൈപ്പ് വന്നേക്കണ ഫസ്റ്റ് എനിക്ക് പോകണം എമ്പുരാൻ തന്നെയാണ്. കാരണം ലൂസിഫർ കഴിഞ്ഞിട്ട് ടിക്കറ്റിന്റെ ഏത് മലയാള ഫിലിമിൽ, ഏത് ഇൻഡസ്ട്രിയിൽ മലയാള ഫിലിമിൽ ഏത് ഇത് എടുത്ത് നോക്കിയാലും ടിക്കറ്റിന്റെ നേരത്തെ തന്നെ ഒരു ബുക്കിങ്ങിൽ ഇത്തിരി കൂടുതൽ ഹൈപ്പ് വന്നേക്കണ എമ്പുരാനിൽ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ വലിയൊരു കടുത്ത മോഹൻലാൽ ഫാനൊന്നുമല്ല, പക്ഷെ ഏതൊരു ഫാൻ ആണെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു മോഹൻലാൽ ഫാൻ ഉണ്ടാവും. സത്യം, മോഹൻലാൽ ഫാൻ ഉണ്ടാവും. കാരണം അത് പുറത്ത് പറയുന്നില്ല എന്നുള്ളു. ഞാനും അതുപോലെ മോഹൻലാൽ ഫാനാണ്. പക്ഷെ എന്നാലും ഇതിൽ ഇത്ര ഹൈപ്പ് വരാൻ കാരണം എല്ലാവരും ഒരുപോലെ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. പൃഥ്വിരാജ് സുകുമാരൻ എന്നുള്ള ഒരു ഡയറക്ടർ, ലൂസിഫർ നമ്മളെല്ലാവരും കണ്ടാണ്. പക്ഷെ ലൂസിഫറിൽ ഇനി അടുത്ത കഥ, അടുത്ത ഭാഗം എന്നുള്ള എമ്പുരാനിൽ എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ കൊടുത്തൊരു പടമാണ് മലയാളം പടത്തിൽ വന്നേക്കണാണ്. വേറൊരു വീഡിയോ ഇവര് ഒരു ഹിന്ദി ചാനലിൽ കൊടുത്തൊരു വീഡിയോ ഉണ്ടാവും, എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കി. Part 3 again takes you into a completely new world. You will know when you see part 2. So, I mean, I have a request. Please watch the end scroll titles of Emburan. Like part 1, there is an end scroll title. Watch it, read it carefully, see all the news reels and quotes and everything. And don't leave the theater before that. You will realize whether part 3 is going to happen or not. Yeah. So lots of Easter eggs. I've given you a hint of what the world is going to look like. Nice. Okay. അവരുദ്ദേശിക്കുന്ന സംഭവമല്ല അവര് പറഞ്ഞിട്ടില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പാർട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഇതൊരു ഇതിലേക്ക് നിർത്തി വെക്കുന്നില്ല. അതിനേക്കാളും വലിയൊരു ഫിലിമായിട്ടാണ് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പടം ഇവര് ഇപ്പൊ ഓൾറെഡി ഇവരെല്ലാം ഈ പറയുന്ന ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചുരുക്കം പേര് ഈ ഫിലിം കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി പ്രിവ്യൂ ഷോ പോലെ അവർ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് അവരത് കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയേക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇവർക്ക്. ആ കോൺഫിഡൻസിലാണ് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷെ അതൊരു നല്ല പടമാകണം എന്നാണ്. കാരണം മലയാള സിനിമയുടെ തലവരെ ഇത് മാറ്റണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൃഥ്വി അന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഓർമ്മയുണ്ട, നമുക്ക് ബാഹുബലിയും നമുക്ക് KGF പോലത്തെ പടങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇനി വേറൊരു ഇൻഡസ്ട്രിയിലെ ഒരു ആക്ടർ പറയണം ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എമ്പുരാൻ പോലത്തെ ഒരു പടമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണേ എന്നുള്ളൊരു
ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ പടം നല്ല രീതിയിൽ വിജയിക്കണം. കാരണം അത്ര പ്രതീക്ഷ എടുക്കണ വേറെ ഒന്നുമല്ല, പൃഥ്വിരാജ് സുകുമാരൻ എന്നുള്ള ഡയറക്ടർ, ആ പുള്ളി അഭിനയിച്ചേക്കണ ഫിലിം എന്ന് പറഞ്ഞാൽ സലാർ പോലുള്ള മൂവിലൊക്കെ പുള്ളി അഭിനയിച്ചെങ്കിൽ പുള്ളിക്ക് അതിന്റെ ഇൻഡസ്ട്രിയിൽ പുള്ളി അനുഭവിച്ച കാര്യങ്ങൾ, പുള്ളി എന്താണ് എക്സ്പീരിയൻസ് ചെയ്തേക്കണ ഒരുപാട് ടെക്നിക്കൽസ് ഉണ്ട് വശവും കാര്യങ്ങൾ കൊണ്ടുപോകും. കാരണം പുള്ളിക്ക് അറിയാം, പുള്ളി എന്നുള്ള ഡയറക്ടർ, അതായത് പുള്ളി എന്നുള്ള ഒരു ആക്ടർ, ഒരു ഡയറക്ടർ എന്നുള്ളതിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിലും പുള്ളിക്ക് അതിന്റെ കഴിവുകൾ മൊത്തം ഒന്നും പറയല്ല. അത് സലാറിലുള്ള ഇപ്പൊ പൃഥ്വിരാജിന്റെ ചെറുപ്പകാലം കാണിക്കുന്നത് ആ സലാറിലുള്ള ആ പയ്യനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു കാസ്റ്റിംഗ് ആണ്, ആ ഒരു കാസ്റ്റിംഗ് ആണ്. നല്ലൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാൻ വേണ്ടി ഞാൻ അത് എടുത്ത് വെച്ചാറുള്ളത്. Regarding this boy here, Kartikeya, late one night at 1 a.m., Prashant sends me a message saying, "Are you asleep?" I said, "No." Then he said, "I'm going to send you something." So then he sends me a shot that he is shot on his mobile phone from the monitor. So it's a shot of Kartikeya, young Varadaraja Mannar. So removing his khada and throwing it where he is offering his kingdom for Deva. Yeah. So Prashant sent me that shot. I immediately called him back and said, "Do whatever you want with him soon because I'm taking him." So that's how I cast him in this film. And he's a wonderful, wonderful young actor. I'd be really disappointed if he does not go on to become a big star here. So I'm counting on you to do that. And കാസ്റ്റിംഗ്, പിന്നെ അവൻ ഭാവിയിൽ ഒരു വലിയൊരു ആക്ടർ ആവുന്നതിന് ആ പറച്ചില് ഒന്നും പറയാനില്ല. ഇപ്പൊ പൃഥ്വിരാജിനെ ഇപ്പൊ എനിക്കൊന്നല്ലേ ഇലുമിനാറ്റിയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നുണ്ട്, അത് സത്യമാണെന്ന് പല കാര്യങ്ങളിലും തെളിയിച്ചോണ്ടിരിക്കുകയാണ്. ശരിക്കാണ്. കാരണം പുള്ളി സിംഗിളായിട്ട് ചിന്തിക്കണ, പുള്ളി വേറെ ആരുടെ അഭിപ്രായം അല്ലായിരുന്നു, പുള്ളി സ്വന്തം അഭിപ്രായം, അല്ലെങ്കിൽ പുള്ളി സ്വന്തമായിട്ട് അത് എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വിജയം അവിടെ ഉണ്ട്. ഒരിക്കലും ഒരു ഫെയിൽ അല്ല, താഴോട്ട് ഇതേവരെ നെഗറ്റീവായിട്ടൊന്നുമില്ല. പുള്ളി ഇലുമിനാറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പുള്ളി സിംഗിളായിട്ട് തന്നെയാണ് അത് എല്ലാം ഫോക്കസ് ചെയ്യുന്നത്. പുള്ളിക്ക് ഒരു മൈൻഡിൽ ഓൾറെഡി ഉണ്ടാവും. ഒരാളോട് അഭിപ്രായം ചോദിച്ചിട്ട് ഞാൻ ഇന്നയാളെ കാസ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ആലേട്ടനോട് ഇന്നയാളെ കാസ്റ്റ് ചെയ്യട്ടെ എന്നായിരിക്കില്ല. പുള്ളി സ്വന്തമായിട്ട് തന്നെയാണ് ഇന്നയാളെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള മൈൻഡിൽ ഉണ്ടാവും. ഇതിൽ വേറൊരു വീഡിയോ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനത് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു ടൈമിൽ എനിക്ക് സങ്കടം തോന്നി, ഒരു ടൈമിൽ എനിക്ക് നല്ല അഭിമാനവും തോന്നിട്ടാ. ഈ സംഭവം കണ്ടോക്കെ. Please try and watch my film. Madam, మలయాళ సినిమాకి థియేటర్లు ఎక్కించే అవకాశాలు హౌస్ఫుల్ కూడా నడుస్తున్నాయి. సో అవకాశం ఉంది. I distributed Salar in Kerala. Prithviraj Productions distributed KGF 2 in Kerala. So I only went to for the release of Pushpa. Yeah. This is a beautiful fraternity. Let us meet together and let us create beautiful movies. തെലുങ്കിൽ എന്തിനു ഇത് പ്രൊമോട്ട് ചെയ്യണെന്ന് അവര് ചോദ്യം ചോദിച്ചത്. അവരെന്തിനു പ്രൊമോട്ട് ചെയ്യുന്നു? കാരണം നമ്മളിപ്പോ പുഷ്പ വന്നിട്ട് ഇതേപോലെ ഒരു പ്രസ് മീറ്റിൽ ഇരുന്നിട്ട് പുഷ്പ എന്തിനു പ്രൊമോട്ട് ചെയ്യണമെന്ന് നമ്മളുടെ ഏതെങ്കിലും ആംഗേഴ്സ് ചോദിക്കില്ല. കാരണം നമ്മളുടെ മൈൻഡ് അതാണ്. അവർക്ക് ഇപ്പൊ രണ്ടും രണ്ട് ഇൻഡസ്ട്രിയിലാണ്, രണ്ടും രണ്ട് പ്രത്യേക രീതിയിലാണ് ചിന്തിക്കുന്നത്. കാരണം അവരുടെ മൈൻഡ് വേറെ ആയിരിക്കാം, നമ്മളുടെ മൈൻഡ് വേറെ ആയിരിക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു കീവേഡ് ഉണ്ട്, എമ്പുരാനിൽ വില്ലൻ ആര്, കമിയോ റോൾസ് ആര്. നിനക്ക് എന്തെങ്കിലും ഇതുണ്ട അസംഷൻ ഉണ്ടോ? നിന്റെ അസംഷനിൽ ആരാകാനാ ചാൻസ്? എനിക്ക് ഒരാളെയും പറയാൻ പറ്റില്ല. ചിലർ ഫകത്താണെന്ന് പറയുന്നുണ്ട്, ചിലര് പല പേരിലും പറയുന്നുണ്ട്. അത് നമുക്കൊരിക്കലും, കാരണം അത് ഹൈപ്പാണത്. ശരിക്കും പറഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ മലയാളികൾ തന്നെ അതിന് ഹൈപ്പ് ചെയ്തിട്ട് ആരാണെന്ന് പറയാം. അവസാനം തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോഴേക്കും അത് നമുക്ക് വലിയ ഹൈപ്പായിട്ട് തോന്നില്ല. അല്ല, ഞാൻ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് തോന്നുന്നില്ല മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും വെയിറ്റഡ് ഫിലിം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ആ ടിക്കറ്റ് 1 മണിക്കൂറിൽ 96.5K ടിക്കറ്റ്സ് ആണ് വിറ്റ് പോയേക്കണത്. ഇന്ത്യൻ ചരിത്രത്തിൽ എല്ലാവർക്കും ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അത്രം ശരിക്കും എന്താണ്, എനിക്കും കിട്ടിയിട്ടില്ല. ഞാൻ നോക്കി ബിഗ് ബൈ ഷോ ഹാഗായി പോയി. ശരിക്കും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നേക്കണത്. അതെ, അത്രത്തോളം ഹൈപ്പാണ്. മലയാളത്തിന്റെ മോഹൻലാൽ, അങ്ങനെ തന്നെ പറയണം. മോഹൻലാൽ എന്നുള്ള വ്യക്തി എന്ന് പറയരുത് ഒരിക്കലും. അത് പൃഥ്വിരാജ് എന്നുള്ള പേരിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനൊരു മോഹൻലാൽ ഫാനാണ്. പക്ഷെ ഒരിക്കലും പുള്ളിയുടെ പേരിൽ പുള്ളി കാരണമാണ് ഈ ഒരു, അങ്ങനെ പുള്ളിയുടെ ഒരുപാട് പടം ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ബാറോസിൽ എന്തോരം ഹൈപ്പ് കൊടുത്ത് പടം ഇറങ്ങിയപ്പോ എന്താക്കി, അത്ര ഹൈപ്പ് കൊടുക്കുന്നത് നമ്മ മലയാളികൾ തന്നെയാണ്. ആ ഹൈപ്പ് അത്ര കൊടുക്കാതിരുന്നാല് ആ ഒരു പ്രതീക്ഷയില്ലാണ്ട് പോയി കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഈ പ്രതീക്ഷ കൊടുത്ത് പോകുമ്പോ എന്താ, ചെറിയൊരു ഫോൾട്ട് വന്നാൽ പോലും അത് മലയാളികൾ തന്നെ അതിനെ അടിച്ച് മേളിൽ കയറ്റിയ മലയാളികൾ ആ പാട്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും അടിച്ച് താഴെ അമർത്തും. അതാണ് നമ്മൾ മലയാളികളുടെ കുഴപ്പം.
എൻ്റെ ഒരു അസംഷൻ ശരിയാണെങ്കിൽ ബോളിവുഡിൽ നിന്ന് ഒരാളുണ്ടാകാൻ ചാൻസ് ഉണ്ട്, നല്ല സ്ട്രോങ് ക്യാരക്ടറായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മലയാളത്തിൽ നിന്നും ഒരാൾ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു ഇതിൽ തോന്നണത്. ലേഡി ആക്ടറിൽ തന്നെ ഇപ്പൊ അമീർ ഖാന്റെ എന്താണ് സിസ്റ്റർ ഉണ്ടല്ലോ, ഓൾറെഡി അതിനകത്ത് ഉണ്ട് ഇപ്പൊ പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമീർ ഖാന്റെ പേര് പറയുന്നുണ്ട്. അത് പറയുന്നത് അറിയില്ലായിരുന്നാണ് പൃഥ്വിരാജ് കാസ്റ്റ് ചെയ്തപ്പോ അറിയില്ലായിരുന്നാ പറയണത്. പക്ഷെ അതൊക്കെ ഇല്ല, ഞാനിത് പറയേണ്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമീർ ഖാൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അമീർ ഖാൻ പ്രൊഡക്ഷന്റെ എക്സ് പേജില് അവര് അതിന്റെ ട്രെയിലർ അവര് ലിങ്ക് അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയൊരു ടാസ്ക് ഞാൻ എന്റെ ഒരു അറിവിൽ എനിക്ക് ഫീൽ ചെയ്യണത്, എനിക്ക് ആ വില്ലൻ ക്യാരക്ടർ എന്ന് പറഞ്ഞില്ല, എനിക്ക് ഫീൽ ചെയ്യണത് ശരിക്കും അമീർ ഖാനായിട്ടാണ് ഫീൽ ചെയ്യണത്. കാണുമ്പോ അത് അമീർ ഖാനാണെന്ന് എനിക്ക് എടുത്തു പറയാൻ തോന്നും. കാരണം മിക്കവാറും എല്ലാവരുടെയും കിളി പോയിട്ട് അമീർ ഖാനാണ്. അമീർ ഖാന്റെ എനിക്കത് ഫീൽ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് അമീർ ഖാന്റെ ഗജനീല ആ ഒരു സ്റ്റൈല്, ബാക്ക് സ്റ്റൈല് അതായിട്ടത് ഫീൽ ചെയ്യും. പിന്നെ എല്ലാവരും ഈ ഫഹദിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഫഹദ് ആകാൻ ചാൻസ് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നുണ്ടോ ഫഹദ് ആയിരിക്കും? എനിക്ക് 100% ഫഹദല്ല, 100% ഫഹദല്ല. മമ്മൂക്ക ഉണ്ടെന്ന് പറയുന്നുണ്ട്. മമ്മൂക്ക ഉണ്ടാവുന്ന ചാൻസ് ഉണ്ടോ? മമ്മൂക്കട കേസ് എനിക്കറിയില്ല. ഒരു ചെറിയ കൈ കൊടുത്ത അവര്, കാരണം ഇവര് ഞാൻ ചോദിക്കട്ടെ, ഈ ഫിലിമിന്റെ ക്രൂവില് ഇവര് തന്നെ കുറെ കാര്യങ്ങളിലൊരു, അതായത് ഹൈഡല്ല, ഇവര് തന്നെ കുറെ നമുക്ക് ക്ലൂ ഇട്ട് തന്നെ ഉണ്ട്. അതൊരു കത്താൻ വേണ്ടി ഇവര് തന്നെ ഈ ഒരു ക്രൂ തന്നെ ഈ കുറെ കാര്യങ്ങളിൽ പലതിലെറിഞ്ഞ് ഞാൻ പറഞ്ഞു. അമീർ ഖാന്റെ പെങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അറിയില്ലാണ്ടാണ് കാസ്റ്റ് ചെയ്തെന്ന് പറയണത്. അത് ഇവര് തന്നെ എറിയണേ. സത്യം പറഞ്ഞാൽ അത് ശരിക്കും അത് മനസ്സിലാക്കാനുള്ള ബോധം മലയാളികൾക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹൈപ്പിന്റെ കൊടുമുടിയിലാണ് ഇപ്പൊ എമ്പുരാൻ എന്ന് പറഞ്ഞ ഫിലിം നിൽക്കുന്നത്. ഇനി 4 ദിവസവും കൂടി ഉള്ളു ആ കൊടുമുടിയിൽ നിന്ന് എന്താണ് വൃത്തി ചെയ്തു വെച്ചേക്കണെന്ന് നമുക്ക് ആ ടൈമിൽ അറിയാം. അതൊരു ഹൈഡ് മാർക്കറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഹൈഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് മറച്ചുകൊണ്ടുള്ള ഒരു മാർക്കറ്റിംഗിന്റെ അത് നടക്കുന്നുണ്ട്. സത്യം, അതാണ് സംഭവം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്ക് തോന്നറില്ല മലയാളത്തില് ഇത്ര ഹൈപ്പ് വന്നേക്കണ ഒരു പടം ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നറില്ല. അപ്പൊ നമുക്ക് എമ്പുരാന്റെ ട്രെയിലറും കൂടി കണ്ട് അതിന്റെ ഇതൊന്ന് നോക്കാം കേട്ടാ. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ ആരാണ് എന്നെ പിന്തുടർച്ച എന്റെ മക്കൾ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എന്റെ മക്കൾ. അഭിനയിക്കുന്ന, അതായത് മെയിൻ ആക്ടേഴ്സ് പൃഥ്വിരാജിനും മോഹൻലാലിനും കാലം കൂടുതൽ ഹൈപ്പ് കൊടുത്തേക്കണത് ബാക്കിയുള്ളവർക്ക്. എന്താണ് എനിക്ക് ഫീൽ ചെയ്തത്? എനിക്ക് വലുതാണെന്ന് ഫീൽ ചെയ്തില്ല. കാരണം ഒരുപാട് മലയാളം ഫിലിം ഇതേപോലെ ട്രെയിലർ ഒക്കെ ഇട്ട് നമ്മൾക്ക് ഹൈപ്പ് ചെയ്യുന്ന രീതിയിൽ പക്ഷെ കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോ ഒരു ട്രെയിലർ ആണെങ്കിൽ ഫുള്ള് ഇതായിട്ട് കാണിക്കുമല്ലോ. ട്രെയിലർ അല്ല ശരിക്കും ഇറങ്ങുന്നത്, കാണുന്നത് എന്തായാലും ട്രെയിലറിൽ കാണിക്കണല്ല. പിന്നെ അതിലല്ലേ എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ട് കേട്ടോ, ആ ട്രെയിലറിൽ ആ റിംഗ് ഇല്ലേ, അവന്റെ കൈ ഇതില്ലേ അതിലൊരു എംബ്ലം കാണിക്കുന്നുണ്ട്, ഒരു ചിറക് വരച്ചിരിക്കണത്. അതെന്താണെന്നല്ലോ മനസ്സിലായോ? ഒരു സിമ്പിൾ ബേസ് ചെയ്യുന്നത് എന്തോ, അതെന്തോ റിയൽ ലൈഫ് ഇൻസിഡന്റ് ആയിട്ട് എന്തോ ബന്ധമുള്ള ഒരു സംഭവമാണത്. അതന്ന് എന്തോന്ന് വെച്ചാൽ സിക്കാഡോ 3310 അല്ലേ, സിക്കാഡോ 3310 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഏജൻസി അല്ലടാ, അത് സീക്രട്ട് ഏജൻസിയാണ്. അത് US മിലിറ്ററിയും അവരും വേൾഡ് മുഴുവൻ അവരെ പിടിക്കാൻ നോക്കിയിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതൊരു സുപ്രഭാതത്തിൽ വന്ന് അതുപോലെ തന്നെ മാഞ്ഞു പോയ ഒരു വെബ്സൈറ്റ് ആണത്. അതിങ്ങനെ വേൾഡിലുള്ള ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഡോണുകൾ, പിന്നെ എന്താ പറയാ ഈ ഇങ്ങനെ ഹാക്കേഴ്സ് അങ്ങനെയുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി ആയിരുന്നു അത്. അത് വന്നു കുറച്ച് നാൾ അത് പ്രവർത്തനത്തിൽ എന്നുവെച്ച്, പക്ഷെ വേൾഡിലുള്ള ഒട്ടുമിക്ക മിലിറ്ററികളും അവരെ പിടിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. പിന്നെ ആ വെബ്സൈറ്റിനെ കുറിച്ച് ഒരു വിവരവുമില്ല. അത് പെട്ടെന്ന് അങ്ങനെ സ്റ്റോപ്പ് ആയി. അപ്പൊ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് റിക്രൂട്ട് ചെയ്ത് ഈ ഒരു മൂവിയിൽ അത് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗമായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനൊരു 3-ാം ഭാഗം പ്രതീക്ഷിക്കാല. 3-ാം ഭാഗം എന്തായാലും ഓൾറെഡി അവര് പറഞ്ഞേക്കണത് നീണ്ടു. അപ്പൊ എന്തായാലും കുറേ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തായാലും ഫിലിം തുടങ്ങാൻ ഇനി ഒരു 4 ദിവസം കൂടി ഉള്ളു. 27th എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. തിയേറ്ററിൽ പോയി കണ്ട് അതിന്റെ എക്സ്പീരിയൻസ് എന്തായാലും റിവ്യൂ ആയിട്ട് ഇടും. നല്ല ഫിലിം ആകട്ടെ അല്ലേ? ശരിക്കും ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു ഫിലിമാണ് എമ്പുരാൻ എന്ന് പറഞ്ഞത്. നല്ലൊരു ഫിലിം ആകട്ടെ. അതേപോലെ തന്നെ മലയാളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മലയാള പടം ആവട്ടെ. ചരിത്രങ്ങൾ ഒരുപാട് സൃഷ്ടിക്കട്ടെ. റെക്കോർഡുകളെല്ലാം ബ്രേക്ക് ചെയ്യട്ടെ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്.